ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ കുട്ടൂസിൻ്റെ ഫസ്റ്റ് ബസ്സിലെ ലോങ് ട്രിപ്പിൻ്റെ ഒരു വ്ളോഗാണ് കേട്ടോ നമ്മൾ പോസ്റ്റ് ആക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ വയനാടാണ് കേട്ടോ. ഓക്കെ, കുട്ടൂസ് എണീറ്റിൽ നമ്മൾ രാവിലെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കോഴിക്കോട് നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, കുട്ടൂസ് ഉറങ്ങാണ് കേട്ടോ. ഇത്രയും നേരത്തൊന്നും എണീക്കല്ല. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ചുരത്തുമല എത്തിയിട്ടുണ്ട്. ചുരത്തുമലക്ക് നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ. രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ KSRTCയിലാണ് പോകുന്നത്. നമ്മൾ ഫ്രണ്ട് സീറ്റിലൊക്കെ തന്നെയാണ് കേട്ടോ ഇരുന്നിട്ടുള്ളത്. ഈ കണ്ടക്ടറൊക്കെ ആയിട്ടുള്ള ഒറ്റ സീറ്റില്ല, അവിടെ തന്നെ കയറി ഇരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഇരിക്കാൻ കേട്ടോ. അപ്പം എന്താ വെച്ചാൽ നമ്മൾ ബസ്സിൽ നമ്മൾ കൂടുതലും ബൈക്കിലായതുകൊണ്ട് കുട്ടൂസ് ബൈക്കിൽ പോയിട്ടാണ് കേട്ടോ ചെയ്യലുള്ളത്. അപ്പം ഫസ്റ്റ് ടൈമാണ് ഇത്രയും ലോങ് ആയിട്ട്, അല്ലാണ്ട് പോയിട്ടുണ്ട്. ലോങ് ട്രിപ്പിൽ ബസ്സിൽ പോകുന്ന ആദ്യമായിട്ടാണേ. അപ്പോൾ കുട്ടൂസ് ഇപ്പോഴും എണീറ്റിട്ടില്ല. ഞാൻ അങ്ങനെ കുറേ നേരമായി അവനെ കുലിക്കാൻ നോക്കിയിട്ട്, പക്ഷെ എണീക്കണില്ല. അങ്ങനെ നമ്മൾ ചുരത്തിൻ്റെ മേലക്കൊക്കെ എത്താൻ നേരത്ത് അവിടെ ചെറുതായിട്ടൊരു പാറ ഇടിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളൊന്ന് സ്റ്റക്കായിട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റോളം അവിടെ നമ്മൾ നിന്നിട്ട് നമ്മൾ നേരെ പോവാണ്. കുറേ നേരത്തെ എൻ്റെ പരീക്ഷണം പറ്റുന്ന ശേഷം കുട്ടൂസ് എണീറ്റിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കുരങ്ങന്മാരെ കാണുന്നുണ്ട് കേട്ടോ. മങ്കീസിനെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അവന് ഉറക്കം ഇങ്ങോട്ട് റെഡി ആയിട്ടില്ല, എന്നാലും ഒരു ഇതാണ്. അങ്ങനെ ഉറങ്ങി എണീറ്റാൻ പാട് കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതൊക്കെ ഒന്ന് ഉഷാറാവണ്ടേ. അപ്പം വെള്ളം കാര്യങ്ങളൊക്കെ കൊടുത്ത്, മെയിനായിട്ട് പറഞ്ഞാൽ ഇപ്പോഴത്തെ ചൂടുകൊണ്ട് നല്ല വെള്ളം കൊടുക്കണം കുട്ടി. നമ്മൾ ചുരത്തിൻ്റെ മുകളിലെത്തിയിട്ട് ഗൈസ്, ഇവിടെ നമ്മൾ വണ്ടിയൊക്കെ നിർത്തിയിട്ട് മങ്കീസിൻ്റെ ഒപ്പം ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരു ഏരിയയാണ് കേട്ടോ, മുകൾ ഭാഗം. അതിന് ഞങ്ങൾ ഫൈനലി വെൽക്കം ടു വയനാട്, വെൽക്കം ടു ടി നൈസ് ടു മീറ്റ് യു പറയുന്ന പോലെ വെൽക്കം ടു വയനാട്. അതിനൊക്കെ കഴിഞ്ഞ് വീക്കൊക്കെ കുറച്ചേരും ഫോണൊക്കെ ചെയ്തു കേട്ടോ, മനസ്സിനെ കാണാൻ വേണ്ടിയിട്ട്. വാപ്പാനെ കണ്ടപ്പോൾ പിന്നെ മോനെ നമ്മളൊന്നും പറ്റൂല. അപ്പോൾ ആളെ ടർക്കിയൊക്കെ എടുത്തിട്ട് ആൾ തലയിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ പൊട്ടിത്തെറിപ്പ് ബസ്സിൽ പ്രത്യേകിച്ച് മുൻ സീറ്റിലൂടെ ആയതുകൊണ്ട് ഓന് സുഖമാണ് കളിക്കാൻ ചെയ്യാനൊക്കെ കേട്ടോ. ഓന് ഫ്രീ ആയിട്ട് ഇരുന്ന് കളിക്കാൻ ടാറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. ടാറ്റ കൊടുക്കുന്നതെന്ന് മാത്രം ഒരിക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല. അത്രക്കും ഇതിലേക്കാക്കിയിട്ട് ടാറ്റ കൊടുക്കുന്നുണ്ട്. ടർക്കി പിന്നെ കുറച്ച് നേരം അവിടെ വെച്ച് പിന്നെ ഇങ്ങനെ അയമെല്ലാം തന്നെ ആയിരുന്നു കേട്ടോ കളി. നമുക്ക് ടോയ്സും കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കുകയാണ്, സല്യൂട്ട് എങ്ങനെ അടിക്കുക, ഹലോ എങ്ങനെ പറയാമെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അതിനനുസരിച്ച് അങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പറയുന്നതൊക്കെ കുറച്ച് ഇപ്പോൾ മനസ്സിലാക്കി ഓനെ നമുക്ക് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ 2ാമത് ടർക്കി നമുക്ക് ആയിന് കേട്ടോ ആളെക്കളി. അപ്പം ആൾ ഒളിച്ചളി കളിക്കുകയാണ്, നമ്മളും ഇങ്ങനെ ഒളിച്ചളി കളിക്കില്ല. നമ്മളിങ്ങനെ പറയുമ്പോൾ നമ്മളിങ്ങനെ കൈ വെച്ച് ഇങ്ങനെ കളിക്കുമ്പോൾ അതിങ്ങനെ ഓന് ടർക്കി കൊണ്ട് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തെന്ന് പറയുമ്പോൾ ഓനൊരു ശരിയുണ്ട്, അതൊരു രസമാണ് കേട്ടോ, വേറൊരു രസമാണത്. പിന്നെ കുട്ടികളെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ മെയിനായിട്ട് ഫുഡിൻ്റെ ഇഷ്യൂ ആണ് വരാറുണ്ട്. എനിക്ക് നല്ലൊരു പ്രശ്നം വരാറുണ്ട്.
പിന്നെ അതിനിപ്പോൾ ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട്. ഞാനൊരു വീഡിയോ കണ്ട് ഈ ബേബീസുകൾ മോംസിന് ഫുഡും ഇതൊക്കെ റെഡിയാക്കാനുള്ള ഒരു വീഡിയോസ് ഞാൻ കണ്ടു. ചെറിയൊരു ചൂടുവെള്ളം ഉണ്ടെങ്കിൽ അങ്ങനെ ഫുഡ് കൊടുക്കാന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ അങ്ങനെ ഫുഡ് ഉണ്ടാക്കിയിട്ടാണ് 5 കൈക്കല്ല് പിടിച്ചിട്ടുള്ളത് കേട്ടോ. അതാകുമ്പോൾ ഒരു ചെറിയൊരു ചൂടുവെള്ളം ഉണ്ടായാലും മതി. അപ്പോൾ ആൾക്ക് ചില നേരത്ത് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഉമ്മ തരുകയാണ് അവ്വ പറഞ്ഞിട്ട്. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ മുടിയും പിടിച്ച് വലിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ അതൊക്കെ ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ചില നേരത്താണെങ്കിൽ ഭയങ്കര കുറുമ്പാണ് കേട്ടോ. പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല, ഇപ്രായത്തിലൊക്കെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. എന്നാലും നമുക്ക് ദേഷ്യം വരും. പക്ഷേ നമ്മൾ അത് കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ പിടിക്കും. ചില നേരത്ത് പറ്റ കേൾക്കുന്നു പോവും. നമ്മളെ തന്നെ നിയന്ത്രിക്കുക, അല്ലാണ്ട് വഴിയില്ല. ഓലെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഓല പ്രായപ്പതാണല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ ചുരമൊക്കെ കയറി കഴിഞ്ഞ് ഞങ്ങൾ മുകളിലെത്തിയിട്ടോ. അങ്ങനെ നമ്മൾ ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? അങ്ങനെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ബാക്കത്തെ സീറ്റിൽ ആൾ കഴിഞ്ഞപ്പോൾ നമ്മൾ ബാക്കിലോട്ട് ഇരുന്നു കേട്ടോ. ആൾ മടിയിൽ നിന്ന് ഇങ്ങനെ കീഞ്ഞിറങ്ങാം. അപ്പോൾ ആളെ സീറ്റിലിരുത്താനും വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ബാക്കൗട്ട് ഇരുന്ന്. അപ്പോൾ ആകെ സീറ്റിലിരുന്നിട്ട് ആൾ കൈയൊക്കെ വെച്ച് പിടിച്ചിട്ട് പുറത്തേക്ക് വെക്കാം. അപ്പോൾ ഇങ്ങോട്ട് ഉള്ളിലേക്ക് പിടിച്ചിട്ട് ആൾക്ക് പറ്റിയില്ല. ആളെ സ്വഭാവമൊക്കെ മാറിയിട്ടാണ്. കരഞ്ഞില്ല എന്നുള്ള രീതിയൊക്കെ ആയിരുന്നു കേട്ടോ ആളെ സ്വഭാവം. പിന്നെ പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്കുള്ള ഫീഡും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ഫുള്ളി അതിന് സെറ്റിലായുള്ള അഭയം കാര്യങ്ങളൊക്കെ ഇട്ടാണ് നമ്മൾ പോകും. അതിനിടയിൽ കൂടെ ആൾക്ക് ഭയങ്കര കുറുമായിട്ട് വീഡിയോ ഒന്നും എടുക്കണ്ട എന്നുള്ള ആ ഒരു നിലക്ക് ഫോണൊക്കെ അടിച്ച് പൊട്ടിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ബസ് ഇറങ്ങി നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് വരിക കേട്ടോ. അപ്പോൾ ആൾ എടുക്കാനൊന്നും ആളെ പറ്റില്ല, അങ്ങനെ നടക്കുക ആൾ. കുറച്ചൊരു എന്താ പറയുക നിരന്ന സ്ഥലമാകുമ്പോൾ ചെറിയൊരു ഗേറ്റിൽ വെച്ചിട്ട് ഗേറ്റാണ് കേട്ടോ. അപ്പം എന്തായാലും ആളിങ്ങനെ ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. അപ്പം നടത്താൻ തുടങ്ങിയതിന് ശേഷം ഇങ്ങനെ കൂടുതൽ നടക്കാനാട്ടോ ആൾക്കിഷ്ടം. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ KSRTCയിലായിരുന്നു കയറിയിരുന്നത്. അങ്ങനെ KSRTCയിൽ സീറ്റും കാര്യങ്ങളും ബേബീസിനും മോമിനൊക്കെ കയറുന്ന സീറ്റൊന്നും ഇല്ലാതായിട്ട് ഒരു സീറ്റൊന്നും തന്നില്ല. അങ്ങനെ നമ്മൾ അതിൽ നിന്ന് ഇറങ്ങി നമ്മൾ പ്രൈവറ്റ് ബസ്സിൽ കയറിയിട്ടാണ്. അപ്പം പ്രൈവറ്റ് ബസ്സിൽ കയറി തന്നെ ഒരു ഡ്രൈവറിൻ്റെ സീറ്റിലൊരു ബാക്കിലൊരു സീറ്റ് ഉണ്ടായിരുന്നു. ആ സീറ്റിൽ നമ്മൾ സെറ്റായി ഇരുന്നു. അപ്പോൾ അതാണെങ്കിൽ ഭയങ്കര തിരക്ക്. അപ്പോൾ അതിൻ്റെ അടുത്തൊരു കുട്ടി വന്ന് ഇരുന്നു കേട്ടോ. അപ്പോൾ അവന് തൊപ്പിയൊക്കെ വെച്ചിട്ട് കാണിച്ചു കൊടുക്കുകയാണ് ആ കുട്ടിക്ക് കേട്ടോ. ആ കുട്ടിയാണെങ്കിൽ അതിനനുസരിച്ച് നല്ല ഇതിൽ ചിരിച്ചും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് അല്ല നിൽക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഗേൾസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരുക്കി കൊണ്ടെടുക്കാൻ ഭയങ്കര രസമാണ്. പക്ഷെ ബോയ്സിന് ഇഷ്ടമില്ല എന്നല്ല കേട്ടോ. എനിക്കിൻ്റെ പൊന്നാണ്. അപ്പോൾ എന്താ പറയുക, പെൺകുട്ടിയാണെന്ന് പറയുമ്പോൾ മുടിയൊക്കെ കെട്ടി ഉടുപ്പൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ കൊണ്ടെടുക്കുക. ഞാനിവനെ പെൺകുട്ടിയാണെന്നല്ല വിചാരിച്ചിരുന്നു കേട്ടോ. എന്തായാലും കുട്ടൂസിൻ്റെ ലോങ് ബസ് ഡ്രൈവിലെ വ്ളോഗ് ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ടാക്കുക. സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾ വിജയം. അപ്പം എന്തായാലും ഓക്കെ, ബൈ.